പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കേ. സകലവും നീ അവന്റെ പാദങ്ങളുടെ കീഴിലാകുകയും ചെയ്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങേ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങേ മഹത്വമേറിയ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാർ യോസേപ്പിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായുടെയും മാർ ഗീവർഗീസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും മൽപ്പാന്മാരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ വിശുദ്ധ ശ്ലീവായുടെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കരങ്ങൾ കോർക്കൂ ആത്മീയതയുടെ ആഘോഷത്തിനായി. സ്നേഹിതരെ, നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപം ജീവനെതിരെ യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതൊരമ്മയുടെ ഉദരത്തിൽ വെച്ചാണെങ്കിലും മനുഷ്യൻ വളർത്തിയെടുക്കുന്ന സംസ്കാരങ്ങളെ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിലും തികഞ്ഞ ലാഘവത്വത്തോടുകൂടെ മനുഷ്യൻ ജീവന് നേരെ കരങ്ങൾ ഉയർത്തുന്നത് ഒരു സ്വാഭാവികമായ കാര്യമായി മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എത്രയോ പേരുടെ ജീവിതങ്ങളാണ് തെരുവോരങ്ങളിൽ പൊട്ടിത്തകർന്നത്. പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് തെരുവിലേക്കിറങ്ങിയാൽ തിരികെ ചെന്നവരെ കാണുവാനായിട്ട് കഴിയുമെന്ന യാതൊരു പ്രതീക്ഷയും ഇന്ന് വച്ചുപുലർത്തുവാൻ കഴിയാത്ത വിധം മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടാണ് നമുക്കുള്ളത്. കാരണം ഭീകരവാദവും സ്വാർത്ഥപരമായ നീക്കങ്ങളും മനുഷ്യൻ്റെ ജീവനെതിരെ കരങ്ങളുയർത്തിയിരിക്കുകയും പലപ്പോഴും അവ മനുഷ്യ സംസ്കാരത്തെയും ജീവിതത്തെയും തകർക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളുടെ നടുവിൽ നിൽക്കുമ്പോൾ ജീവൻ എന്ന് പറയുന്ന പരമമായ മൂല്യത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ജീവൻ്റെ മൂല്യം അത് ജീവിതത്തെ പാലിക്കുവാനായിട്ടുള്ള സനാതനമായ ധർമ്മത്തിൽ നമ്മൾ വിശ്വാസമുള്ളവരായിത്തീരും.
ജീവനെതിരെ ആദ്യമായി കരമുയർത്തിയ കായേന്റെ മുൻപിലേക്ക് ദൈവമായ കർത്താവ് കടന്നു വരുന്നത് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവമായ കർത്താവ് സ്വന്തം സഹോദരനെ കൂട്ടിക്കൊണ്ടുപോയി വയലറമ്പിൽ കൊണ്ടുപോയി അവന്റെ തലയിലേക്ക് കല്ലെടുത്തിട്ട് അവനെ കൊന്ന് കായേൻ ധാർഷ്ട്യത്തോടുകൂടെ പിന്തിരിഞ്ഞോടുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവമായ കർത്താവ് അവന്റെ മുൻപിൽ കയറി നിന്നു. വഴിമുടക്കിയിട്ട് ദൈവം കായേനോട് ചോദിച്ചു, കായേൻ, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? ധാർഷ്ട്യത്തോടെ തികഞ്ഞ അഹന്തയോടെ ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് കായേൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? ഈ ചോദ്യം പ്രിയപ്പെട്ടവരെ ഇന്ന് ഓരോ മുക്കിലും മൂലയിലും ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ആരും ആരുടെയും കാവൽക്കാരല്ലാത്തത് കൊണ്ടാണ്, ഇവിടെ എല്ലാവരും വേട്ടക്കാരെ പോലെ വാളെടുക്കുന്നത് കൊണ്ടാണ് ഈ തെരുവുകൾക്ക് ചോരയുടെ മയമുണ്ടാകുന്നത്. ഈ തെരുവുകളിൽ ചോരകൾ തെറിച്ചു വീഴുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് മനുഷ്യൻ ഭയപ്പെട്ടു നിൽക്കുന്നത്. ഇവിടെ ആരും ആരുടെയും കാവൽക്കാരല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്തുമാവട്ടെ, ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കായേൻ വളരെ ധാർഷ്ട്യത്തോടുകൂടെ ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന്. ദൈവം അതിന് ഉത്തരവൊന്നും പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, കായേനെ, നിന്റെ സഹോദരൻ ആബേലിന്റെ ചോര എന്റെ മുമ്പിൽ നീതിക്ക് വേണ്ടി നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. കായേന് ആബേലിന്റെ സ്വരം മാത്രമേ ഹനിച്ചു കളയുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. കായേൻ ആബേലിന്റെ പ്രാണൻ അപഹരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പക്ഷേ ആബേലിന്റെ ഉള്ളിലേക്ക് ദൈവമായ കർത്താവ് കുത്തിനിറച്ച ജീവന്റെ ചോരയ്ക്ക് പോലും സംസാരിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ള പരമമായ സത്യം കായേന് തിരിച്ചറിവില്ലായിരുന്നു. അതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ഇന്ന് പോലും നമ്മൾക്കാർക്കും തിരിച്ചറിവുകളില്ല. എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, മനുഷ്യന്റെ പ്രാണനെ അങ്ങ് ഹനിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംസാരശേഷികൾ നഷ്ടപ്പെടുമെന്നാണ്. എന്നാൽ ദൈവം മനുഷ്യന്റെ ഓരോ രോമകൂപങ്ങൾക്കകത്തും ഓരോ ധമനികൾക്കകത്തും ജീവനെ കുത്തി നിറച്ചിരിക്കുന്നതിനാൽ ഒരു മനുഷ്യന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ ഈ ലോകത്ത് നിന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവന് സംസാരിക്കുവാനുള്ള സകല മാനദണ്ഡങ്ങളും തീർന്നുവെന്ന് ധരിക്കുന്നവരാണ് നമ്മൾ അധികം പേരും. എന്നാ പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കുക, വയലിറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം സഹോദരന്റെ തലയിലേക്ക് കല്ലെടുത്തിട്ട് അവനെ കൊലപ്പെടുത്തി ആരും കണ്ടില്ല എന്ന ധാരണയോടുകൂടെ പിന്തിരിഞ്ഞു പോകുമ്പോൾ ദൈവം അവനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ്, ചോര കിടന്ന് നിലവിളിക്കുന്നു. ആ ചോര ദൈവമായ കർത്താവിനെ പേര് വിളിച്ച് നിലവിളിക്കുന്നു. ആ നിലവിളി കേൾക്കുമ്പോൾ ഇരിക്കുവാൻ കഴിയാത്ത ദൈവമായ കർത്താവ് ചോരയുടെ നിലവിളിയുടെ മുൻപിലേക്ക് ഇറങ്ങി വന്നു. ദൈവം കായേനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് ദൈവമായ കർത്താവ് അവിടെ കൊടുക്കുന്ന ശാപമുണ്ട്. ദൈവം കായേനോട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ രക്തത്തിന് നീ പ്രതിഫലം അനുഭവിക്കണം. എന്നിട്ട് പറഞ്ഞു, നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നിനക്ക് പ്രതിഫലം നൽകുകയില്ല. ഈ ഭൂമിയിൽ നീ അലഞ്ഞു തിരിയുന്നവനായിട്ട് നടക്കും. പ്രിയപ്പെട്ടവരെ, ലോകം ഇന്ന് വരെ കേൾക്കാത്തത്ര ഏറ്റവും വലിയൊരു ശാപമായിരുന്നു കായേന് ദൈവം കൊടുത്തത്. നീ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് നിനക്ക് ഫലം നൽകുകയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിട്ട് നടക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാളും വലിയൊരു ശാപം എങ്ങനെ ഒരു മനുഷ്യന് പേറുവാനായിട്ട് പറ്റും? സ്വന്തം സഹോദരന്റെ പ്രാണനെതിരെ കല്ലെടുത്തുയർത്തി ആ പ്രാണനെ നിഹനിച്ചു കഴിഞ്ഞിട്ട് സ്വസ്ഥമായി ജീവിക്കാമെന്നുള്ള ധാരണയോടുകൂടെ കായേൻ മറുനാട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു, എവിടെ പോയി നീ ചവിട്ടി നിന്നാലും, ഏതു മണ്ണിൽ നീ അധ്വാനിച്ചാലും ആ മണ്ണെല്ലാം നിനക്ക് വിപരീതമായിട്ട് വരും. ചവിട്ടി നിൽക്കുന്ന മണ്ണ് നിനക്ക് ഫലം നൽകാൻ പോകുന്നില്ല. നീ ഭൂമിയിൽ അസ്വസ്ഥനായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കും. പ്രിയപ്പെട്ട ഭാര്യയോടും മക്കളോടൊപ്പം അവൻ ഒരുമിച്ച് ചേർന്ന് ജീവിച്ചാൽ ആ കുടുംബത്തവന് സ്വസ്ഥതയുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ
ഏറ്റവും വലിയ പ്രശ്നവും ശാപവും ഇതുതന്നെയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം മനുഷ്യനെതിരെ സംസാരിക്കുന്ന കാലഘട്ടമാണിത്. രക്തം മനുഷ്യനെതിരെ കരങ്ങൾ ഉയർത്തി യഹോവയുടെ നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന പകലുകളും രാത്രികളും ഓരോ ദിവസവും നമ്മുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഈ ഭൂമിയുടെ ഏറ്റവും സുന്ദരമായ സ്ഥലമെന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും സുന്ദരമായ അവയവമെന്ന് പറയുന്നത് സ്ത്രീയുടെ ഗർഭപാത്രമാണ്. സ്ത്രീയെ ജീവജാലങ്ങളിൽ നിന്ന് ഏറ്റവും വിഭിന്നയാക്കി മാറ്റുന്നതും അവൾക്ക് ഗർഭപാത്രമുള്ളത് കൊണ്ടാണ്. ആ ഗർഭപാത്രത്തിന്റെ ശോഭനയിലാണ് അവൾ അമ്മയായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം തൻ്റെ പ്രാണനെ നിക്ഷേപിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മനുഷ്യൻ മറന്നുപോവുകയും അതിനെ ശവപ്പറമ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദുർദിനങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 27-ാമത്തെ അധ്യായത്തിലാണ് വചനം ഇപ്രകാരം പറയുന്നത്: ഈ ഗർഭപാത്രത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. വചനം പറയുന്നു, നവരത്നങ്ങൾ കൊണ്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തെ ദൈവമായ കർത്താവ് അലങ്കരിച്ചിരിക്കുന്നു. നവരത്നങ്ങൾ കൊണ്ട് ദൈവമായ കർത്താവ് അലങ്കരിച്ചിരിക്കുന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിന് നടുവിൽ ദൈവം ജീവനെ നിക്ഷേപിക്കുന്നു. തീർന്നില്ല വചനം പറയുന്നു, അങ്ങനെ ജീവനെ അവിടെ നിക്ഷേപിച്ച് കഴിയുമ്പോൾ ദൈവം തൻ്റെ 2 ദൂതന്മാരെ അവിടെ കാവൽ നിർത്തിയിരിക്കുന്നു. നോക്കുക പ്രിയപ്പെട്ടവരെ, ഒരു ജീവനെ ഈ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാൻ ദൈവമായ കർത്താവ് എത്രയോ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു. നവരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഗർഭപാത്രം അവൻ ആദ്യം തിരഞ്ഞെടുത്തു. ആ ഗർഭപാത്രത്തിന് നടുവിലേക്ക് ജീവനെ കൊണ്ടുവന്ന് വെച്ചിട്ടവൻ അവിടെ 2 ദൂതന്മാരെ കാവല് നിർത്തി. ദൈവം എത്രയോ കരുതലോടുകൂടെയാണ് ഈ ഭൂമിയിലേക്ക് ഒരു ജീവനെ കൊണ്ടുവരുന്നത്. എന്നാൽ ജീവന്റെ മഹത്വത്തെക്കുറിച്ച് വലിയ ആഴമായ വിചാരമില്ലാത്ത മനുഷ്യൻ തൻ്റെ അനുദിന ജീവിതത്തിലെ സാർത്ഥതകളെ പരിപാലിക്കുവാൻ വേണ്ടി പലപ്പോഴും അവൻ ആദ്യം തിരിയുന്നത് നവരത്നങ്ങൾ കൊണ്ട് പതിപ്പിച്ച ഈ ഗർഭപാത്രത്തിന് നടുവിൽ ദൈവം പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്ന ഈ ജീവന്റെ മഹത്വത്തിന് നേരെയാണ്. ആ ജീവനെ അവൻ ചോര കൊണ്ട് നശിപ്പിച്ചു കളയുന്നു. ആ ചോര വാർന്ന് ആ ഗർഭപാത്രത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഗർഭപാത്രത്തിനുള്ളിൽ കിടന്ന് പിടയുന്ന കുഞ്ഞിന്റെ നിലവിളിക്ക് ദൈവമായ കർത്താവ് ഉത്തരം ചോദിക്കുവാൻ വേണ്ടി കടന്നു വരുമെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മനുഷ്യന്റെ ശബ്ദത്തെ എന്നേക്കുമായി അടപ്പിക്കുവാനായിട്ട് പറ്റിയാലും ഈ മണ്ണിലേക്ക് തെറിച്ചു വീഴുന്ന ഓരോ ചോരത്തുള്ളിയും യഹോവയുടെ മുമ്പിൽ ഒരു നീതിക്ക് വേണ്ടി നിലവിളി കൂട്ടും. ഇന്ന് പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പ്രാണൻ ഈ ലോകത്ത് നിന്ന് അപഹരിക്കപ്പെടുമ്പോൾ ആ കോടിക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ചോരയിൽ നിന്ന് ഉയർന്നു വരുന്ന നിലവിളി കൊണ്ട് ഈ ഭൂമി ഇന്ന് മുഖരിതമായിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലവിളിയുടെ മുൻപിൽ അടങ്ങിയിരിക്കുന്നവനും അല്ല ദൈവം. യഹോവ ഈ നിലവിളിയുടെ മുൻപിലേക്ക് ഇറങ്ങി വരും. തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആമോസ് പ്രവാചകന്റെ പുസ്തകം. ആമോസ് പ്രവാചകൻ നീതിക്ക് വേണ്ടി ഇത്രമാത്രം നിലവിളി കൂട്ടിയ മറ്റൊരു പ്രവാചകനുമില്ല. പാവപ്പെട്ടവന്റെ ജീവിതം ഒരു ജോഡി ചെരുപ്പിന് തെരുവിൽ ലേലം വിളിച്ച് വിൽക്കപ്പെടുമ്പോൾ അവന് ശ്വാസമെടുക്കുവാൻ പോലും കഴിയാത്ത വിധം അവന്റെ ശിരസിനെ മുടിയോടുകൂടെ ചുറ്റിപ്പിടിച്ച് പൂഴിമണലിനകത്തേക്ക് അമർത്തി വെച്ച് അവനെ ശ്വാസം മുട്ടിക്കുമ്പോൾ തണുപ്പ് കാലത്ത് പുതയ്ക്കുവാനുള്ള അവന്റെ പുതപ്പ് അപഹരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ പാവപ്പെട്ടവന്റെ ജീവിതത്തെ ചൂഷണം ചെയ്ത് ബാഷാനിലെ പശുക്കളെ പോലെ പ്രഭുക്കന്മാർ വളർന്നു വരുമ്പോൾ അവർക്കിടയിലേക്ക് യഹോവയുടെ നീതിയുടെ സ്വരമായിട്ടാണ് ആമോസ് പ്രവാചകൻ പ്രവേശിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, നീതി ഇവിടെ ജലം പോലെ ഒഴുകണം, നിലയ്ക്കാത്ത നീരുറവ പോലെ നീതി ഇവിടെ ഒഴുകണം.
അങ്ങനെ നിലയ്ക്കാത്ത നീരുറവ പോലെ നീതി ഇവിടെ ഒഴുകണമെന്ന് പ്രവാചകൻ പറയുമ്പോൾ നീതിയുടെ നിഷേധത്തിന് ദൈവമായ കർത്താവിന്റെ ശാപത്തെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. അല്ലയോ ഇസ്രായേലേ, ഭൂമി ഇളകി മറിയുന്നത് നീ കാണുന്നില്ലേ? നൈൽ നദി പതഞ്ഞു പൊങ്ങുന്നത് നീ കാണുന്നില്ലേ? ഭൂമി ഇവിടെ തകിടം മറിയാനായിട്ട് ഒരുങ്ങുന്ന നീ കാണുന്നില്ലേ? നൈൽ നദി പതഞ്ഞു പൊങ്ങുന്നത് നീ കാണുന്നില്ലേ? ഇന്ന് പ്രിയപ്പെട്ടവരെ നോക്കുക, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു ശാന്തത ഇന്ന് ഈ ഭൂമിക്കുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിടയിൽ ഉണ്ടായിരുന്ന സൗഹൃദ ബന്ധങ്ങൾ ഇന്ന് നമുക്കിടയിലുണ്ടോ? ഇല്ല. എല്ലാ ശാന്തതകളും നമുക്ക് നഷ്ടപ്പെട്ടു, എല്ലാ സൗഹൃദങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു. ക്ഷതങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് മനുഷ്യന്റെ ജീവിതം ശോചനീയതയിലേക്ക് ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നമുക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതം ഭൂമി ഇളകി മറിയുന്നത് പോലെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാപങ്ങളുടെ ഒരു വലിയ പേമാരി തന്നെ ഓരോ ദിവസവും നമ്മളെ കാത്തു നിൽക്കുന്നില്ലേ? ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉഗ്ര ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നു, ആയിരങ്ങളും പതിനായിരങ്ങളും തകർന്നു വീഴുന്നു. മനുഷ്യൻ ഉയർത്തിയിരിക്കുന്ന രമ്യകർമ്മങ്ങളും മനോഹര ഗോപുരങ്ങളും ഭൂമിയുടെ ഒരു കൊലുക്കത്തിനകത്ത് ഞൊടിയിട കൊണ്ട് ഇവിടെ തകർന്നു വീഴുന്നു. ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവുന്നു, വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു. സുനാമി പോലെയുള്ള തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറി തീരവാസികളെ കൂട്ടത്തോടെ എടുത്തുകൊണ്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. നൈൽ നദി പതഞ്ഞു പൊങ്ങുന്നത് പോലെ. എന്തുകൊണ്ട്? ഈ ഭൂമിയിൽ രക്തത്തിന്റെ നിലവിളി ഇവിടെ ഉയരുമ്പോൾ, രക്തത്തിന്റെ നിലവിളിയുടെ മുമ്പിൽ അടങ്ങിയിരിക്കുവാനായിട്ട് കഴിവില്ലാത്ത ദൈവമായ കർത്താവ് പ്രതികരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും. രക്തം നിലവിളിക്കുവാനായി തുടങ്ങുന്ന എല്ലാ കുടുംബങ്ങളിലും ഈ ഭൂമി കുലുങ്ങുന്ന അവസ്ഥയും നൈൽ നദി പതഞ്ഞു പൊങ്ങുന്നത് പോലെ കണ്ണുനീരിന്റെ അവസ്ഥകളും ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരിക്കൽ ദേവാലയത്തിൽ ധ്യാനം കൂടുവാൻ വേണ്ടി കടന്നു വന്ന ഒരമ്മച്ചി കുമ്പസാരത്തിന്റെ ദിവസമായിരുന്നു, വളരെ താമസിച്ചാണ് പള്ളിയിൽ വന്നത്. അച്ഛാ, എനിക്ക് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെയും വിളിച്ച് കുമ്പസാരിക്കുവാൻ വേണ്ടി ഇരിക്കുന്നതിന് മുൻപ് അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ നെറ്റിയിൽ കണ്ടോ ഒരു മുഴ, ഒരു വെള്ളക്കയോളം വലിപ്പമുള്ള ഒരു മുഴ നെറ്റിയിലുണ്ട്. അവര് പറഞ്ഞു, അച്ഛാ, ഞാൻ പള്ളിയിലേക്ക് പോരുന്നതിന് മുൻപ് എൻ്റെ രണ്ടാമത്തെ മകൻ മദ്യപിച്ച് വീട്ടിൽ വന്ന് എൻ്റെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് എൻ്റെ തല പിടിച്ച് ഭിത്തിയിലേക്ക് വലിച്ചിടിപ്പിച്ചിട്ട് പറഞ്ഞു, എടി തള്ളേ, നീ നെങ്ങും പോകണ്ട. ഒടുവിൽ അവൻ അവിടെ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നതാണ് അച്ഛാ എന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ സങ്കടത്തിന്റെ മുമ്പിൽ ഇത്തിരി നേരം മൗനമായിരുന്നതിന് ശേഷം അമ്മച്ചിക്ക് ഒരു ആശ്വാസ വാക്ക് പറഞ്ഞു കൊടുത്തിട്ട് കുമ്പസാരിപ്പിക്കാമെന്ന് കരുതി ഞാൻ അവരോട് വർത്തമാനം പറയാൻ തുടങ്ങി. വർത്തമാനം പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഈ അമ്മച്ചിയുടെ ചുണ്ടിൽ നിന്ന് അറിയാതൊരു വാക്ക് പുറത്തേക്ക് വന്നു. ആദ്യത്തെ 4 എണ്ണത്തെ കളഞ്ഞതുപോലെ ഇതിനെ കൂടെ അങ്ങ് കളഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഗതി വരില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം അമ്മയുടെ മുൻപിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഇത്തിരി നേരം എൻ്റെ മുമ്പിലൊന്ന് പമ്മി ഇരുന്നതിന് ശേഷം അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, വിവാഹം കഴിച്ച് കടന്നു വന്നപ്പോൾ ആദ്യമുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ അത് പറഞ്ഞ ഭർത്താവുമായി കൂടിയാലോചിച്ച് ആദ്യത്തെ കുഞ്ഞിനെ കളഞ്ഞു. പിന്നീട് രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുമ്പോൾ വീട്ടിൽ സ്വത്തിന്റെ തർക്കമായിരുന്നു, ഒരു കിടപ്പാടം പോലും ഉണ്ടായിരുന്നില്ല, അതിന്റെ പേര് രണ്ടാമത്തതിനെ കളഞ്ഞു. പിന്നീട് വീടില്ലാത്ത ഓരോ പ്രാവശ്യം ഗർഭം ധരിക്കുമ്പോഴും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കളഞ്ഞു. പിന്നീട് സ്വത്തുമായി വീടുമായി നല്ല ചുറ്റുപാടായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗർഭം ധരിച്ചു, ആ കുഞ്ഞിനെ പ്രസവിച്ചു. ഇന്ന് ആ കുഞ്ഞിന്റെ ഗതി എവിടെയാണെന്നറിയാമോ? ഒരു മയക്കുമരുന്ന് കേസിൽ പിടിപെട്ട് സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കഴിയുകയാണ്. രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചു. പ്രിയപ്പെട്ടവരെ, 17 വയസ്സ് തികയുന്നതിന് മുൻപ് മോശപ്പെട്ട എല്ലാ വഴികളിലൂടെയും നടന്ന 22 വയസ്സായി നിൽക്കുന്ന മകൻ തികഞ്ഞ മദ്യപാനിയായി മാറിയിരിക്കുകയാണ്. ആ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഒരു ദിവസം പോലും സമാധാനം കൊടുക്കില്ല. ഭൂമി ഇളകി മറിയുന്ന ഈ ദാരുണമായ അവസ്ഥ കുടുംബത്തില്ലേ?
ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഫലം നൽകില്ല എന്ന് നീ അസ്വസ്ഥനായി അലഞ്ഞു തിരിയുമെന്നുള്ള ശാപവാക്കുകൾ ആ ദമ്പതികളുടെ ജീവിതത്തെ ദൈവമായ കർത്താവ് അന്വർത്ഥമാക്കി മാറ്റിയിട്ടില്ലേ? ഞാൻ ആ അമ്മയോട് പറഞ്ഞ, അമ്മേ, ആ മകനെ നിങ്ങൾ ശപിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ചെയ്തു പോയ അപരാധത്തിന്റെ പങ്കാളിയായി മാറിയിരിക്കുന്ന ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ മാപ്പ് പറയാൻ, അങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ കണ്ണുനീരിന് ഒരുപക്ഷേ ചോരയുടെ നിലവിളിക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞേക്കാം. ഈ ഭൂമിയിൽ ഒഴുകുന്ന കണ്ണുനീരിന്, ഭൂമിയിലെ ചോരയുടെ നിലവിളിക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞേക്കാം. പ്രിയപ്പെട്ടവരെ, മക്കൾ ഒരിക്കലും മനുഷ്യന്റെ ആഗ്രഹം പോലും ഉണ്ടാകുന്നില്ല. ഒരു ദിവസം യാക്കോബിന്റെ ഭാര്യ റാഹേലിന് മക്കളുണ്ടായിരുന്നില്ല. ലിയയ്ക്ക് മക്കളുണ്ടായിരുന്നു. ദൈവമായ കർത്താവ് ലിയയുടെ ദയനീയമായ സ്ഥിതി കണ്ടു കഴിഞ്ഞപ്പോൾ, അവൾ അവഗണിക്കപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം അവൾക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാകുവാനുള്ള ഭാഗ്യം കൊടുത്തു. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ലിയ സന്തോഷവതിയായിട്ട് മാറും. പക്ഷേ ലേയയുടെ സഹോദരി റാഹേലിന് അവളോട് അസൂയ തോന്നും. ഒരു ദിവസം ലേയയുടെ കുഞ്ഞുങ്ങൾ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കാണുകയും ഉള്ളിൽ നെടുവീർപ്പ് വീഴുകയും ചെയ്യുന്ന റാഹേൽ പകല് മുഴുവൻ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് കരഞ്ഞു. വൈകുന്നേരമായപ്പോൾ യാക്കോബ് ആടിനെ മേയിച്ചതിന് ശേഷം വീട്ടിൽ വന്നു കയറി. യാക്കോബിന്റെ നിഴൽവട്ടം വീട്ടുപുരയ്ക്കൽ കാണുമ്പോൾ ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ ഓടിച്ചെന്ന് യാക്കോബിന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞിട്ട് റാഹേൽ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവനോട് പറയും, ഒന്നെങ്കിൽ എനിക്ക് മക്കളെത്താ, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ഒന്നെങ്കിൽ എനിക്ക് മക്കളെത്താ, അല്ലെങ്കിൽ ഞാൻ മരിക്കും. നിസ്സഹായനായിപ്പോയി യാക്കോബ്. സ്വന്തം കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്ന ഭാര്യയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവളുടെ കണ്ണുകളിലെ കണ്ണുനീര് തുടച്ച ആ കണ്ണുകളിലേക്ക് ദുഃഖത്തോടുകൂടെ നോക്കി യാക്കോബ് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നുണ്ട്, ഞാനാണോ നിനക്ക് മക്കളെ തരേണ്ടത്? നിന്റെ ദൈവമായ കർത്താവല്ലേ നിനക്ക് മക്കളെ തരേണ്ടത്? പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവാണ് ഈ ഭൂമിയിൽ ഗർഭപാത്രത്തിന് കൃപ കൊടുക്കുന്നത്, ഗർഭപാത്രത്തിന് കനിവ് കൊടുക്കുന്നത്. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ അരുളപ്പാടും ദൈവത്തിന്റെ അറിവുമില്ലാതെ ഒരു ഗർഭപാത്രങ്ങളിൽ പോലും ജീവൻ നിക്ഷേപിക്കപ്പെടുന്നില്ല. എന്നാൽ മനുഷ്യൻ ഈ സത്യാവസ്ഥയെ മറന്ന് സ്വന്തം സ്വാർത്ഥതയുടെ പരിപാലനത്തിന് വേണ്ടി ഗർഭപാത്രങ്ങളെ കൊലക്കളങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ വിധി ദിവസങ്ങളാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ചോരയുടെ നിലവിളിക്ക് മുമ്പിൽ നിനക്ക് കാവൽക്കാരനാകുവാനായിട്ട് കഴിയണം. തിരുവചനം പറയുന്നു, ക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ നല്ല കാവൽക്കാരനാണെന്ന് ക്രിസ്തു പറഞ്ഞു. നല്ല ഇടയൻ നല്ല കാവൽക്കാരനാണ്. കാവൽക്കാരന്റെ പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, അവൻ ആടുകളുടെ വാതിൽ പോലെയായി തീരുമെന്നുള്ളതാണ്. ആടുകളുടെ വാതിൽ എന്ന് പറഞ്ഞാൽ ആടുകളെ ആലയ്ക്കകത്ത് കയറ്റിക്കിടത്തിയിട്ട് വാതുക്കൾ കിടന്നുറങ്ങുന്നവനാണ് യഥാർത്ഥ ഇടയൻ. ഒരാട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നെഞ്ചിൽ മുറിപ്പെടും, ചെന്നായി വരുമ്പോൾ ആദ്യം കടികൊള്ളും. അങ്ങനെ കാവൽക്കാരൻ ആദ്യം ചോര ചിന്തുന്നവനാണ്. എല്ലാ അപ്പന്മാരും അമ്മമാരും ഇതേപോലെ വാതിലും കാവലുമായി മാറട്ടെ. ജീവന്റെയും രക്തത്തിന്റെയും സംരക്ഷകരായി മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ജീവന്റെ മൂല്യം വർദ്ധിച്ചു വരുമ്പോൾ എല്ലാ അതിക്രമങ്ങൾക്കും തടയിടുവാനായിട്ട് കഴിയും. നാടിന്റെ നാനാഭാഗത്തും മനുഷ്യനുണ്ടാക്കുന്ന രാഷ്ട്രത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും പേരിൽ നടക്കുന്ന സകല അക്രമങ്ങളെയും മനുഷ്യന് തള്ളിക്കളയുവാനായിട്ട് കഴിയും. ക്ഷേത്രമെന്ന് പറയുന്ന മഹനീയ ദർശനത്തിലേക്ക് ജീവിതം ഉയർത്തപ്പെടുകയും ചെയ്യും. നമുക്കിന്ന് വേണ്ടത് യഥാർത്ഥമായ ആരാധനാനുഭവമാണ്. യേശുക്രിസ്തുവിലുള്ള യഥാർത്ഥ ആരാധനാനുഭവം. ആ ആരാധനാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യന് ജീവന്റെ മൂല്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവും. മനുഷ്യന്റെ ശബ്ദം അടപ്പിക്കുവാനായിട്ട് കഴിഞ്ഞാലും ചോര നിലവിളിക്കുമെന്നുള്ള പരമമായ ബോധ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാണനെതിരെ നടത്തുന്ന ഓരോ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തെ വല്ലാത്ത വിധി നിർണയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ ഇന്ന് തീരുമാനമെടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ വിലപ്പെട്ടതാണ്.
ആ ജീവനെതിരെ എവിടെയെങ്കിലും ഒരു മനുഷ്യൻ ഒരു ചെറുവിരൽ അനക്കിയാൽ അവിടെ ഭൂമി പ്രതികരിക്കും, ദൈവം പ്രതികരിക്കും. ഈ ദിവസം പ്രിയപ്പെട്ടവരെയും നിന്റെ ജീവിതത്തിനുള്ളിൽ എവിടെയെങ്കിലും ജീവനെതിരെ ഒരു അരുതായ്മ പ്രവർത്തിച്ചെങ്കിൽ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് കണ്ണടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നന്ദിയോട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹനീയമായ ദാനമാണ് ജീവൻ. ആ ജീവനെതിരെ ഞങ്ങൾ ഏതെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അവിടുന്ന് കനിവോടുകൂടെ ക്ഷമിക്കണമേ. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കൈകളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും തിരികെ കൂട്ടിക്കൊണ്ടുവരണമേ. ഞങ്ങൾക്കെതിരെ കർത്താവേ, ഞങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പ്രതികരിക്കരുതേ. കുടുംബം അസ്വസ്ഥതയിലായി മാറരുതേ. ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഏകുവാൻ നീ ഞങ്ങൾക്കിടയിൽ വിധിയാളനായി കടന്നു വരികയും ചെയ്യണമേ. ആമേൻ. യേശുവിൻ സ്നേഹതാതാ, വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ. നീതിമാനാകും താതാ, യേശുവിൻ സ്നേഹതാതാ, വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. ശാലോം ടിവി തൻ മധ്യസ്ഥ, പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലർ പീഡിതർ ക്ലേശിതരങ്ങേ, പാവന പാദം വണങ്ങിടുന്നു. ശാലോം ടിവി തൻ മധ്യസ്ഥ, പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലർ പീഡിതർ ക്ലേശിതരങ്ങേ, പാവന പാദം വണങ്ങിടുന്നു. പാരിതിൻ പാപം നീക്കാൻ ഭൂവിതിൽ ജാതനായ ഈശോ തൻ വളർത്തു താതാ, ഞങ്ങൾ തൻ സംരക്ഷക. പാരിതിൻ പാപം നീക്കാൻ ഭൂവിതിൽ ജാതനായ ഈശോ തൻ വളർത്തു താതാ, ഞങ്ങൾ തൻ സംരക്ഷക. ശാലോം ടിവി തൻ മധ്യസ്ഥ, പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലർ പീഡിതർ ക്ലേശിതരങ്ങേ, പാവന പാദം വണങ്ങിടുന്നു. ശാലോം ടിവി തൻ മധ്യസ്ഥ, പ്രാഭവമോടെ വാഴുന്നു നീ.